ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന 2 ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ വേവിക്കാൻ വേണ്ടി കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ വേവിച്ച് മാറ്റി അരിപ്പ പാത്രത്തിനകത്ത് ഊറ്റി വെച്ചു. ഇനി അടുത്ത് വെജിറ്റബിൾസ്. ഞാൻ ഒരു 3 വലിയ സവാള, 3 തക്കാളി, ഇടത്തരം തക്കാളി പഴുത്തത് നന്നായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു 2 വലിയ ക്യാരറ്റ്, ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്, ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട്ടിൽ. അപ്പോൾ അത്രയും ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി അധികം പുളിയില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ടാണ് അത്രയും എടുത്തത്. പിന്നെ വെജിറ്റബിൾസ് പൊതുവേ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി അവർ കഴിക്കുകയും ചെയ്യും. പിന്നെ ഒരു 2 സവാള ഞാൻ മാറ്റി വെച്ചു നമുക്ക് വറുത്തിടാൻ വേണ്ടി. പിന്നെ ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. പെരുംജീരകം, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഇട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ചൂടാക്കണം. പിന്നെ സവാള ഇട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് സവാളയുടെ നിറം ഒന്ന് ചെറുതായിട്ട് മങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യണം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ. സവാള വഴറ്റുന്ന കൂട്ടത്തിൽ ഈ പൊടി നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പച്ച മണമൊക്കെ മാറിയിട്ട് നല്ലപോലെ സവാള വഴന്ന് വരികയും ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്ന സവാളയുടെ കൂട്ടത്തിൽ ഓർത്തോണം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഇത്രയും സമയം അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ആദ്യം ഒഴിച്ച് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് വഴറ്റിയത്. നന്നായിട്ട് വഴന്ന് വരും. സവാളയുടെ ഒരു പച്ച ചുവയൊക്കെ മാറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുമ്പം തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി പുളി ഇല്ലാത്തത് ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. അഥവാ പുളിയുള്ളതാണെങ്കിൽ 2 എണ്ണം. തക്കാളി നന്നായിട്ട് ആ സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ഒരു അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുന്നുണ്ട് ഗരം മസാല, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റണം. തക്കാളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. ഈ കൂട്ട് മാത്രമേ ഉള്ളൂ, എരിവ് കുറച്ച് മതിയല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ്, കിഴങ്ങ്, ബീൻസ് കൂടെ ആ സവാള തക്കാളി കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. വഴറ്റി തന്നെ എടുക്കണം. അപ്പം ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ പിള്ളേർ ഈ പച്ചക്കറിയൊക്കെ മാറ്റി വെക്കും നമ്മൾ എന്തോ ഉണ്ടാക്കിയാലും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിനും ബിരിയാണിയുടെ കൂട്ടത്തിൽ ഈ പച്ചക്കറിയെല്ലാം അവർ കഴിച്ചോളും. നമ്മൾ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിട്ടാലുണ്ടല്ലോ, നമുക്ക് വേണ്ടി ഒരു കറി വെക്കാൻ പരുവത്തിന് ആ പച്ചക്കറി മാറ്റിയിട്ട് ടിഫിൻ ബോക്സിനകത്ത് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവരത് കഴിച്ചോളും. അപ്പം നമ്മൾ ആ പച്ചക്കറി കൂട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത്, കിഴങ്ങ് വേവണമല്ലോ, ഇതൊക്കെ ഒന്ന് വേവണമല്ലോ, എന്നിട്ട് അല്പം ബിരിയാണി മസാല ഇട്ടിട്ട്, വെജിറ്റബിൾ ബിരിയാണി മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ അത് കുറച്ചിട്ടിട്ട്, ഞാനിവിടെ നെല്ലറയുടെയാണ് ഉപയോഗിക്കുന്നത്, ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ പച്ചക്കറിയെല്ലാം, ക്യാരറ്റ്, കിഴങ്ങ്, ബീൻസ്, ഇത് 3 നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. കാര്യം ബാക്കി നമ്മൾ തക്കാളി സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയതാണല്ലോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് ആ വെള്ളം വറ്റി വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തൈരും
കട്ട തൈര്, പുളിയില്ലാത്ത തൈര് ഇവിടെ കിട്ടുന്നത്. തൈരും ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് വീണ്ടും നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് ഈ തൈരും നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ആ വെജിറ്റബിൾ കൂട്ടിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പം ഇതാണ് നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന കൂട്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 സവാള ഉണ്ടല്ലോ, അത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം. നമുക്ക് ആ ബിരിയാണിയുടെ മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാൻ പോകേണ്ടുന്ന ഒരു പാത്രം എടുക്കുക. നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് റൈസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ കറിക്കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ നമ്മൾ ഈ റൈസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വിരിച്ച് മൊത്തത്തിൽ എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ഇങ്ങനെ വിതറി കൊടുക്കണം വെജിറ്റബിൾസിൻ്റെ ആ കറിക്കൂട്ട്, ആ മസാലക്കൂട്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ റൈസ് വിതറി കൊടുക്കണം, ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം നന്നായിട്ട്, എല്ലായിടത്തും കിട്ടുന്ന പോലെ നല്ലപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ എല്ലായിടത്തും നല്ലപോലെ ആക്കി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വേണ്ട കറി നമ്മൾ ഉണ്ടാക്കിയ കറി കൂട്ടുണ്ടല്ലോ, ആ മസാലക്കൂട്ട്, അത് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ജ്യൂസും ഈ സത്തെല്ലാം ഈ റൈസിലേക്ക് ഇറങ്ങിയിട്ട് നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് ഒരു കറിയും ഒന്നും വേണ്ട, റൈസ് കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക്. എല്ലാ പച്ചക്കറിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ആ മസാലക്കൂട്ടിൻ്റെയും കൂടെയൊക്കെ ആ മണമാകുമ്പം നന്നായിട്ട് കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നമ്മൾ റൈസ് മുകളിലിങ്ങനെ വിതറി കൊടുക്കുക, വീണ്ടും കറിക്കൂട്ട് ആ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളത് നന്നായിട്ടതങ്ങനെ ചെയ്ത് നല്ല എന്താ പറയുന്നത്, നല്ല ബിരിയാണി നല്ല സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്ത്, അപ്പോൾ അത്രയും അങ്ങനെ ഇട്ടെടുത്ത് ലാസ്റ്റ് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ആ പിന്നെ സവാളയുടെ ഇതുണ്ടല്ലോ, അത് ആ വറുത്ത് കോരിയേക്കുന്നത് അതിങ്ങനെ അതിൻ്റെ മുകളിലിങ്ങനെ വിതറി തൂക്കി കൊടുത്തിട്ട് അത് നല്ല ടേസ്റ്റാണ് സവാള വറുത്ത് ഉള്ളതിൻ്റെ. അപ്പോൾ അതും കൂടി ഇങ്ങനെ നന്നായിട്ട് ഏറ്റവും ടോപ്പിലിങ്ങനെ ഇട്ട് കൊടുക്കണം. എനിക്കിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഉള്ളത് സവാളയായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം തന്നെ ഒരു ബിരിയാണിയുടെ ലുക്കൊക്കെ ആയിട്ടുണ്ട്, നല്ല മണവുമാണ്. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെക്കും കേട്ടോ. അതെല്ലാം ഒന്ന് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 കാതയിലും പിടിച്ച് നന്നായിട്ടൊന്ന് തട്ടിയിട്ട് ഞാൻ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചു. കാര്യം അത് കംപ്ലീറ്റ്ലി ആ ചൂടും ആ അകത്ത് നമ്മൾ ഇട്ടേക്കുന്ന മസാലയുടെ ആ ജ്യൂസൊക്കെ താഴോട്ടൊന്നിറങ്ങി ഒന്ന് സെറ്റാവാൻ വേണ്ടി. അത് നോക്കി 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ടത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പുകയാണ്. നോക്കി, നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണി, പപ്പടം, സലാഡ്, വെളുത്തുള്ളി അച്ചാർ, ഇഞ്ചിപ്പുളി, ഇത്രയും ചേർത്ത് നോക്കി എന്ത് ഭംഗിയായിട്ടുണ്ട്. നല്ല സൂപ്പർ വെജിറ്റബിൾ ബിരിയാണിയാണ്. സിമ്പിളാണ്, നമുക്കുള്ള വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വീണ്ടും കാണാം. ബൈ ബൈ.